ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. വിപ്പിംഗ് പൗഡറിൽ നിന്ന് ഒട്ടും ലൂസാവാതെ നമുക്ക് എങ്ങനെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്തെടുക്കാമെന്ന്. ഞാനിവിടെ ഈ ക്രസ്റ്റൻ ക്രം എന്ന് പറയുന്ന കമ്പനിയുടെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് വിപ്പിംഗ് ക്രീമാക്കി എടുക്കാന്നുള്ളത്. ഇതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ 100 മുതൽ 150 ഗ്രാം വരെ നല്ല തണുപ്പുള്ള മിൽക്ക് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഇത് യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ അതിൽ കാണുന്ന പോലെ തന്നെ അങ്ങ് ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ലോസായി പോകും. അപ്പോൾ എപ്പോഴും ഇതിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലത്തെ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വിപ്പിംഗ് പൗഡർ അതേപോലെ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്യുന്ന ടൈമിൽ ബീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നല്ല തണുപ്പിൽ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ലൂസായിട്ട് പോകും. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം അതേപോലെ തന്നെ അതിൻ്റെ ആ ബ്ലേഡ് ഉണ്ടല്ലോ, നമ്മൾ വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ബ്ലേഡും ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇതേപോലത്തെ ഗ്ലാസിൻ്റെതോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അതാകുമ്പോൾ കൂടുതൽ തണുപ്പുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരു തുള്ളി വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. ഇനി അതിലേക്ക് ആ പൗഡർ അയച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളം തണുപ്പിൽ ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ടും അതേപോലെ നല്ല തണുപ്പുള്ള പാലോ യൂസ് ചെയ്യാം കേട്ടോ. എത്രത്തോളം തണുപ്പിലാണോ ചെയ്യുന്നത് അത്രയും നല്ലതാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നന്നായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല തണുപ്പിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പാലും ഈ പൗഡറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി കൊടുത്തിട്ട് ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം ബാക്കിയുള്ളത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ സ്പീഡിൽ ഒരു 3 മിനിറ്റൊക്കെ ചെയ്യണം ഇതിൽ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുള്ളൂ. ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. കണ്ടില്ല, ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ട് വരും. നമ്മൾ ഉപയോഗിക്കുന്ന ചില വിപ്പിംഗ് പൗഡറിലൊക്കെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ കുറച്ചൊരു മധുരം കുറവാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിലൊക്കെ ഐസിങ് ഷുഗറാണ് ചേർക്കാറ്, സാധാരണ പഞ്ചസാരയല്ല. അപ്പോൾ ഈ ഐസിങ് ഷുഗർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാനും പറ്റും. 1 കപ്പ് പഞ്ചസാരയിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നതാണ് ഈ ഐസിങ് ഷുഗർ. ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് ഐസിങ് ഷുഗർ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വേണം നമുക്കിനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 2.5 മിനിറ്റിനടുത്ത് ഞാൻ ഇതേപോലെ ബീറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ തിക്കായിട്ട് വന്നത്. അപ്പോൾ നമുക്കിനി അത്യാവശ്യം തിക്കായതുകൊണ്ട് ഇതിലേക്ക് ഇനി ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. കാരണം കുറച്ച് മധുരം ഉണ്ട് ഓൾറെഡി, കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു മിനിറ്റും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു 3.5 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഓരോ വിപ്പിംഗ് പൗഡറിനും വേറെ വേറെ ടൈമിംഗ് ആയിരിക്കും കേട്ടോ. ഈ പാക്കിലെ ടൈമിംഗ് ആയിരിക്കില്ല വേറെ ഒന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. എല്ലാത്തിലും ഒരേ ടൈമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് ഏത് പൗഡറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. അതിൻ്റെ പുറകിൽ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും എത്ര ടൈം വേണം എന്നൊക്കെ. അപ്പോൾ അത്രയും എടുത്തിട്ടില്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ടൈമൊക്കെ വേണ്ടി വരും. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അത്രയും തിക്കായിട്ട് വരും. നിങ്ങളും ഇതേപോലെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പം തന്നെ ഓൾറെഡി എപ്പോഴും നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ല, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വിട്ട് വരില്ല, കണ്ടില്ല. ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റാണെന്ന് അർത്ഥം. ഇതേപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തല
കീ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് വിട്ട് വരില്ല. അതിൽ തന്നെ ഒട്ടിപ്പിടിച്ച് എടുക്കുന്നത് കാണാം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ ക്രീം കേക്കിലൊക്കെ ഐസിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതാ വിപ്പിംഗ് പൗഡറിൽ നിന്ന് നല്ല തിക്കായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.